ഒഡീഷയിൽ പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയാണ്. അതിലേക്ക് साथियों, उड़ीसा के सामर्थ्य पर, उड़ीसा के लोगों की प्रतिभा पर मुझे हमेशा से बहुत विश्वास रहा है। प्रकृति ने ओडिशा को बहुत कुछ दिया है। ओडिशा ने बहुत दशक गरीबी के देख लिए, लेकिन अब ये दशक ओडिशा के आप लोगों को समृद्धि की तरफ ले जाने वाला दशक है। ये दशक उड़ीसा के जीवन में बहुत महत्वपूर्ण है और इसके लिए हमारी सरकार बड़े बड़े प्रोजेक्ट्स उड़ीसा में ला रही है। केंद्र सरकार ने हाल में ही ओडिशा के लिए 2 सेमीकंडक्टर यूनिट की मंजूरी दी है। पहले कोई सोच भी नहीं सकता था कि सेमीकंडक्टर जैसी आज की दुनिया की लेटेस्ट टेक्नोलॉजी वाली इंडस्ट्री कभी असम में लग सकती है, कभी उड़ीसा में लग सकती है, लेकिन यहां के नौजवानों का सामर्थ्य है कि आज ऐसी ऐसी इंडस्ट्री आपके यहां आ रही है। चिप बनाने के लिए ओडिशा में सेमीकंडक्टर पार्क भी बनने जा रहा है। वो दिन दूर नहीं जब छोटी सी चिप जो आपके फोन, टीवी, फ्रिज, कंप्यूटर, गाड़ी, ऐसी अनेक चीजों में अब चिप के बिना उस कोई भी इंस्ट्रूमेंट वो जान ही नहीं रहती, जान चली जाती है। सारी जान उस चिप में ही होती है और वो छोटी सी चिप जो इन सारे डिवाइसेस में उपयोग होती है वो अब हमारे ओडिशा में बनेगी। जरा जोर से बोलिए जय जगन्नाथ। साथियों, हमारा संकल्प है कि चिप से लेकर शिप तक हर चीज में भारत आत्मनिर्भर हो। मैं जरा आपसे पूछना चाहता हूं, आप जवाब देंगे? मैं पूछूं तो जवाब देंगे? पूरी ताकत से देंगे? आप मुझे बताइए, भारत को आत्मनिर्भर होना चाहिए कि नहीं होना चाहिए? भारत को आत्मनिर्भर होना चाहिए कि नहीं होना चाहिए? भारत को आत्मनिर्भर होना चाहिए कि नहीं होना चाहिए? देखिए, हर देशवासी चाहता है कि अब हमारा देश किसी पर निर्भर नहीं रहना चाहिए। हर चीज में भारत आत्मनिर्भर हो और इसलिए पारादीप से लेकर झारसुगुड़ा तक एक विशाल औद्योगिक क्षेत्र का निर्माण हो रहा है। भाई और बहनों, जो भी देश आर्थिक रूप से सशक्त होना चाहता है वो शिप बिल्डिंग यानी बड़े बड़े जहाज निर्माण पर बहुत बल देता है। व्यापार हो, टेक्नोलॉजी हो या फिर देश की सुरक्षा। 60,000
കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിച്ചതിൽ ഏറ്റവും പ്രധാനം ഒഡീഷയിൽ ഇനി തുടങ്ങാൻ പോകുന്ന ഏറ്റവും വലിയ സെമി കണ്ടക്ടർ നിർമ്മാണശാല എന്നതാണ്. സ്വയം പര്യാപ്ത ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു കാലം പുതുതലമുറ കാലം അത് സെമി കണ്ടക്ടർ അർദ്ധചാലക ശക്തിയുടെ കാലം കൂടിയാണ്. അത് സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ജിഷ്ണു കൃഷ്ണൻ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകും. ജിഷ്ണു, വിവിധ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ ഇപ്പോൾ നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. ജാർസുഗുഡയിൽ നടന്നിട്ടുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയും കൂടാതെ ഗവർണർ ഡോക്ടർ ഹരിബാബു കമ്പംപതിയും ചേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അവിടെയും ആദ്യം വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ പ്രധാനമന്ത്രി നിർവഹിച്ചു. ബർഹാംപൂർ സൂറത്ത് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. റെയിൽ മേഖലയിൽ മാത്രം 1700 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷയിൽ സമർപ്പിക്കുന്നത്. കൂടാതെ അന്ത്യോദയ ഗൃഹ യോജന പ്രകാരം 50,000 ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വീട് വെക്കുന്നതിനുള്ള ധനസഹായം വിതരണം ചെയ്യുകയാണ്. അത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, വിധവകൾ തുടങ്ങിയവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ഉറപ്പുവരുത്തുന്നതിന് വീട് ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയിൽ 50,000 ഗുണഭോക്താക്കൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അതിന്റെ ഗഡുക്കൾ വിതരണം ചെയ്യുന്നത്. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലായി 60,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ, അത് ഒഡീഷയിൽ ഈ പുതിയ സാങ്കേതിക വിദ്യകളുടെ ചിപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുന്നതിനുള്ള പുതിയ ഫാക്ടറി, കൂടാതെ